നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. രാജ്യത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ 2000 റിയാൽ പിഴ ചുമത്തുമെന്ന് സൗദി നഗര ഗ്രാമകാര്യ ഭവന മന്ത്രാലയം അറിയിച്ചു. ഹെൽത്ത് കാർഡിനെ ബദലിയ കാർഡെന്നും പറയുന്നുണ്ട്. മെഡിക്കൽ ലാബ് പരിശോധനയ്ക്ക് ശേഷമാണ് ഈ കാർഡ് തൊഴിലാളികൾക്ക് നൽകുന്നത്. നഗരസഭയാണ് കാർഡുകളുടെ വിതരണം നടത്തുന്നത്. രാജ്യത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് കുഴപ്പമില്ല എന്നും ജോലി ചെയ്യാൻ അവർ യോഗ്യരാണെന്നും തെളിയിക്കുന്ന കാർഡാണ് ഹെൽത്ത് കാർഡ്. ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടയിലെ ജോലിക്കാർ, കഫേകൾ, റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിലെ ജീവനക്കാർ, പാചകക്കാർ, ഗാർഹിക തൊഴിലാളികൾ, ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന എല്ലാ തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ഇത്തരം കാർഡ് കൈവശമില്ലാതെ ജോലിയിൽ തുടർന്നാൽ സ്ഥാപന ഉടമയ്ക്കെതിരെയാണ് പിഴ ചുമത്തുക. ഒരു തൊഴിലാളിക്ക് 2000 റിയാൽ എന്ന നിരക്കിലായിരിക്കും പിഴ ചുമത്തുന്നത്. അടുത്ത ശനിയാഴ്ച മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. അബുദാബിയിലെ സ്കൂളുകളിൽ ഒരാഴ്ച കൂടി ഓൺലൈൻ പഠനം തുടരാൻ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് കമ്മിറ്റി നിർദ്ദേശിച്ചു. രാജ്യത്തെ എല്ലാ പൊതു സ്വകാര്യ സ്കൂളുകൾക്കും ഇത് ബാധകമാണ്. പുതിയ അറിയിപ്പ് പ്രകാരം ജനുവരി 21 വരെ എമിറേറ്റിൽ ഓൺലൈൻ പഠനം തുടരും. ജനുവരി 3 പുതിയ സ്കൂൾ ടൈം തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് ആദ്യ 2 ആഴ്ചയിലേക്ക് ഓൺലൈൻ പഠനം മതിയെന്ന തീരുമാനം അബുദാബി അധികൃതർ കൈക്കൊണ്ടത്. ജനുവരി 17 വരെയാണ് ആദ്യം ഓൺലൈൻ അധ്യയനം നിശ്ചയിച്ചിരുന്നതെങ്കിലും പുതിയ സാഹചര്യത്തിൽ ജനുവരി 21 വരെ നീട്ടിയിട്ടുണ്ട്. എമിറേറ്റിലെ പൊതു സ്വകാര്യ സ്കൂളുകൾക്ക് പുറമെ യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവിടങ്ങളിലൊക്കെ പുതിയ തീരുമാനം ബാധകമായിരിക്കും. പുതിയ സാഹചര്യത്തിൽ സ്കൂളുകളിലേക്ക് കുട്ടികളുടെ മടക്കം സുരക്ഷിതമാക്കാനായി കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്താനായാണ് ഓൺലൈൻ വിദ്യാഭ്യാസം തുടരാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ ഒമിക്രോൺ കേസുകളുടെ എണ്ണത്തിലെ കുതിപ്പ് കാരണം കൊച്ചുകുട്ടികളിൽ അണുബാധ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. വാക്സിൻ എടുക്കാത്ത കുട്ടികളെയാണ് ഒമിക്രോൺ കൂടുതലായി ബാധിക്കുക. വരും മാസങ്ങളിൽ ഈ വ്യാപനം കൂടാൻ സാധ്യതയുണ്ടെന്നും സൂചിപ്പിച്ചു. ഇത് മുന്നിൽ കണ്ട വിവിധ രാജ്യങ്ങൾ കുട്ടികൾക്കായുള്ള വാക്സിൻ ക്യാമ്പയിൻ ഊർജിതമാക്കിയിട്ടുണ്ട്. UAE-ൽ 3 വയസ്സിന് മുകളിലുള്ളവർക്ക് സിനോഫോം നൽകുന്നുണ്ട്. 5 മുതൽ 11 വയസ്സുകാർക്ക് ഫൈസർ അംഗീകരിച്ചെങ്കിലും ഇതുവരെ നൽകി തുടങ്ങിയിട്ടില്ല. 12 വയസ്സിന് മുകളിലുള്ളവർക്ക് ഫൈസർ ലഭ്യമാണ്. മുതിർന്നവരിൽ ഡെൽറ്റ വകഭേദത്തേക്കാൾ അത്ര മാരകമല്ല ഒമിക്രോണെങ്കിലും കുട്ടികളെ എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. കുട്ടികൾ കൂടുതൽ സമയം വീടിനുള്ളിൽ കഴിയുന്നതും അവരെ സ്വാഭാവിക പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിന് കാരണമാകാം. രോഗം പിടിപെടുന്ന ചെറിയ കുട്ടികൾക്കും നവജാത ശിശുക്കൾക്കും ചിലപ്പോൾ ശ്വാസതടസ്സവും ദീർഘനാളത്തെ ചുമയും ഉണ്ടാകാമെന്നും അതിനാൽ യഥാസമയം ചികിത്സ തേടണമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലുള്ളവർ കോവിഡ് വാക്സിനും ബൂസ്റ്റർ ഡോസും എടുത്തില്ല എങ്കിൽ ലൈസൻസ് നടപടികൾ പൂർത്തിയാക്കില്ല എന്ന് അബുദാബി തലസ്ഥാന ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു. പുതിയതിനും പുതുക്കാനുമുള്ള ലൈസൻസിനും ഈ വ്യവസ്ഥ പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ആരോഗ്യ മേഖലയിലുള്ള എല്ലാ തസ്തികയിലുള്ളവരുടെയും ലൈസൻസ് നടപടികൾക്ക് വ്യവസ്ഥ ബാധകമാണ്. ഇത് സംബന്ധിച്ച നോട്ടീസ് ഫാർമസികൾക്കടക്കം നൽകിയിട്ടുണ്ട്. ജനുവരി 31 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. ആരോഗ്യ കാരണങ്ങളാൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്തവരിൽ നിന്ന് ഇളവുള്ളവരെ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ലൈസൻസിന് അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ ബൂസ്റ്റർ ഡോസും എടുത്തിരിക്കണം. അൽ ഹൊസൈൻ ആപ്പിൽ നിന്നുള്ള വാക്സിൻ സർട്ടിഫിക്കറ്റ് ലൈസൻസ് അപേക്ഷകർക്കൊപ്പം സമർപ്പിക്കണം. വാക്സിൻ എടുക്കുന്നതിൽ ഇളവുള്ളവർ അക്കാര്യം തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും പുതിയതിനോ പുതുക്കാനോ ഉള്ള അപേക്ഷകൾക്കൊപ്പം ഉണ്ടായിരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. പൊതുജനങ്ങൾക്കായി ഒമിക്രോൺ ലക്ഷണങ്ങളും ചികിത്സാ നടപടികളും പ്രഖ്യാപിച്ച് ഖത്തർ. ഒമിക്രോൺ ബാധിക്കുന്നവർക്കുണ്ടാകുന്ന രോഗലക്ഷണങ്ങളും ഓരോ ഘട്ടത്തിലും സ്വീകരിക്കേണ്ട നടപടികളുമാണ് ഖത്തർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം ബാധിക്കുന്ന അധികം പേർക്കും ചെറിയ ലക്ഷണങ്ങൾ മാത്രമാണ് പ്രകടമാകുന്നതെന്നും അത്തരക്കാർക്ക് ആശുപത്രി ചികിത്സ ആവശ്യമില്ല എന്നും ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് ബാധിതരായാൽ ഉണ്ടാകാവുന്ന ചെറിയ ഇടത്തരം ലക്ഷണങ്ങളും ഗുരുതരമായി ബാധിക്കുമ്പോഴുണ്ടാകുന്ന രോഗലക്ഷണങ്ങളും വ്യക്തമാക്കി മന്ത്രാലയം പ്രത്യേക അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഓരോ തരത്തിലുമുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികളും അധികൃതർ വിവരിക്കുന്നുണ്ട്. ഒമിക്രോൺ കോവിഡിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പുതിയ പഠനം. തുടർച്ചയായി 7ാം ദിവസവും കോവിഡ് വ്യാപന നിരക്കിൽ കുറവുണ്ടായതോടെ കൊറോണയെ തുടച്ചു നീക്കാൻ കഴിയുമെന്ന വിശ്വാസം ബ്രിട്ടനിൽ വർദ്ധിച്ചിരിക്കുകയാണ്. രോഗം ഗുരുതരമായി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണവും മാറ്റമില്ലാതെ തുടരുകയാണ്. ഒമിക്രോൺ വ്യാപനത്തിന്റെ ഏറ്റവും ദുരിതപൂർണമായ കാലം NHS പിന്നിട്ട് കഴിഞ്ഞതായി NHS അധികൃതർ തന്നെ വെളിപ്പെടുത്തി. ഇന്നലെ 1,29,587 പുതിയ കേസുകളാണ് ബ്രിട്ടനിൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ചയിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 30% കുറവാണ് ഇതിലുണ്ടായിരിക്കുന്നത്. നിലവിൽ ദക്ഷിണാഫ്രിക്കയിലേതിന് സമാനമായ വ്യാപന രീതി തന്നെയാണ് ബ്രിട്ടനിലും ഒമിക്രോൺ പിന്തുടരുന്നത്. വളരെ വേഗത്തിൽ മൂർധന്യഘട്ടത്തിലെത്തിയ തരംഗം ക്രമേണ ദുർബലമാകാൻ തുടങ്ങിയിരിക്കുന്നു. ഇംഗ്ലണ്ടിലെ 315 ലോക്കൽ അതോറിറ്റികളിൽ 95 എണ്ണത്തിലും രോഗവ്യാപനം കുറയുകയാണെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഡ്രൈവറില്ലാ ടാക്സികൾക്ക് പിന്നാലെ നഗരത്തിൽ സർവീസ് നടത്താൻ ആസൂത്രണം ചെയ്തിരിക്കുന്ന പറക്കും ഡ്രോൺ ടാക്സികൾ സംബന്ധിച്ച ആലോചനകൾ സജീവമാക്കിയിരിക്കുകയാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. ഇതിനായി രൂപപ്പെടുത്തേണ്ട നിയമങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അധികൃതർ പ്രത്യേക അവലോകന യോഗം ചേർന്നു. സ്വയം സഞ്ചരിക്കുന്ന എയർക്രാഫ്റ്റ് ആണ് പറക്കം ടാക്സികളായി മാറ്റാൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഓപ്പറേറ്റർ, കൺട്രോളർ, ക്രൂ അംഗങ്ങൾ എന്നിവരുടെ പ്രവർത്തന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഈ ഗതാഗത രീതിക്ക് അനുയോജ്യമായ നിയമങ്ങളും ചട്ടങ്ങളും വികസിപ്പിക്കുവാനും ലക്ഷ്യമിട്ടാണ് പ്രാഥമിക ഘട്ട ചർച്ചകൾ നടന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.